ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിലെ ശതമാനം കണ്ടുപിടിക്കുന്നതെന്നാട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഫോർമുലാസിൻ്റെ കാര്യങ്ങൾ ആവശ്യമായിട്ടൊന്നുമില്ല. വെറും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമുല വെച്ചിട്ട് നമ്മുടെ ശതമാനം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സാധാരണ ഒരു 10ാം ക്ലാസ്സിലെ റിസൾട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രേഡാണ് അവിടെ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ പ്ലസ് ടുവിലെ റിസൾട്ടിൽ നമുക്ക് മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നമ്മുടെ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിലെ റിസൾട്ട് ശതമാനത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിലെ ശതമാനം കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇവിടെ നമ്മളൊരു സാമ്പിൾ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സബ്ജക്റ്റും അതേപോലെ അതിൻ്റെ മാർക്കും. മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 6 സബ്ജക്റ്റാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്ക് വരുന്നത് ഒരു സബ്ജക്റ്റിന് 200 വെച്ചിട്ട് 6 സബ്ജക്റ്റിന് 1200 ടോട്ടൽ മാർക്കായിട്ട് വരുന്നത്. ഇനി നമുക്കിതിനെ ശതമാനത്തിലോട്ട് മാറ്റാം. ശതമാനത്തിലോട്ട് മാറ്റാനായിട്ട് ഈ കാണുന്ന ഓരോ മാർക്കും നമുക്ക് കൂട്ടാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂട്ടാം. അതിനുശേഷം സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് സാധാരണ മലയാളം അതേപോലെ ഹിന്ദിയുമാണുള്ളത്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഇവിടെ നമുക്ക് കൂട്ടാം. അടുത്ത നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ മാർക്ക് ഇവിടെ കൂട്ടാം. അതിനുശേഷം അക്കൗണ്ടൻസിയുടെ മാർക്ക് കൂട്ടാം. എന്നിട്ട് എക്കണോമിക്സിൻ്റെ മാർക്ക് കൂട്ടാം. അവസാനമായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മാർക്കും കൂട്ടാം. ഇതെല്ലാം നമ്മൾ കൂട്ടാൻ നേരത്ത് 1081 മൊത്തം നമ്മൾ എഴുതിയതിൻ്റെ അകത്ത് 1081 മാർക്കാണ് 1200 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന 1081 നമുക്ക് 1200 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ശതമാനം കാണാൻ പറ്റും. അതായത് ഈ കാണുന്ന റിസൾട്ടിൻ്റെ ശതമാനമാണ് 90.08%. ഇങ്ങനെയാണ് നമ്മൾ പ്ലസ് ടുവിൻ്റെ ശതമാനം കൂട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്ക് എടുത്തിട്ട് ആ ഒരു മാർക്കിനെ 1200 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ പെർസെൻറ്റേജിലോട്ട് ആക്കാൻ വേണ്ടി 100 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന 1081 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർസെൻറ്റേജ് നമുക്ക് നേരിട്ട് എത്താൻ വേണ്ടി പറ്റും. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ്. നമുക്ക് നേരത്തെ കിട്ടിയപ്പോഴും ഇപ്പോൾ കിട്ടിയപ്പോഴും ഉള്ളത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ വരുന്ന 12 എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ശതമാനത്തിലോട്ട് ആക്കാനായിട്ട് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ആവില്ല. അതേപോലെ മൊത്തം മാർക്ക് 1200. അപ്പോൾ 1200 2 പൂജ്യവും മൾട്ടിപ്ലൈ ചെയ്യുന്ന 100 2 പൂജ്യവും തമ്മിൽ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ഇവിടെ 12 വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിലെ ശതമാനം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. മാത്രമല്ല ഇങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടുവിലെ ശതമാനം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ വിഷയത്തിൻ്റെ ശതമാനം നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ഒരു വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്ക് 200. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ 200 × 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് മാത്രം ശതമാനം കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ മീ നെവിൻ സൈനിങ് ഓഫ്.